അസ്സലാമലൈക്കും. ഞാൻ അനീഫയാണ്. ഒപ്പം സാജുവിൻ്റെ ഇട്ടാ അവൻ ക്യാമറ എടുക്കാന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാ, ഇന്ന് ഞങ്ങളിപ്പോൾ ഉമ്മാനും നാളത്തെ മാതിരി കുഞ്ഞാപ്പനൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഒരു നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞ വോയിസ് നിങ്ങൾ കേൾക്കണം. കാരണം നമ്മളുള്ള പല ആൾക്കാർക്കും ഈ അവസ്ഥ കടന്നു പോയതാണ്. ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥയാണിത്. കഥ ഞാൻ കുറേ കാലം മുന്നേ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഈ വ്യക്തിനെ കണ്ടാൽ ഞാൻ കാണാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അയാൾ അത്യാവശ്യം നല്ല ജെന്റിൽമാൻ, നല്ല ജെന്റിൽമാൻ കാര്യമുണ്ടല്ലേ, നല്ല ഒരു ഗ്ലാമറിലൊക്കെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അയാൾ ഗൾഫിലായിരുന്നു ആള്. അപ്പോൾ ഗൾഫിലാകുമ്പോൾ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ കുടുംബക്കാരൊക്കെ ഉണ്ട്. കുടുംബക്കാർ, മൂത്താപ്പ, എളാപ്പ, മക്കൾക്കൊക്കെ ഇയാള് അന്നൊക്കെ ചെറിയ കുട്ടികളാണ് അവര്. അപ്പൊ അവർക്ക് നല്ല വന്നാലായിട്ടും എപ്പോഴും അവര് വീട്ടിലേക്ക് പോകും, പൈസ ആയിട്ടും എന്ത് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ഒക്കെ ചെറുപ്പത്തില്. പിന്നെ കുറെ കാലത്തിന് ശേഷം ഞാൻ ഇയാളെ കണ്ടില്ല. പിന്നെ ഇയാൾ എവിടേക്ക് പോയി, ഞാൻ പിന്നെ ഗൾഫിൽ പോയതാവെന്ന് വിചാരിച്ചു പോയിട്ടാ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ വ്യക്തിനെ കണ്ട്, ഞാൻ സത്യം ഇങ്ങോട്ട് പറയാൻ എനിക്ക് കരച്ചില് വന്ന്. ഇയാളെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അന്നത്തെ ആ ആളെന്നെ അല്ലേ ഇത് നോക്കുമ്പോൾ സത്യം ആളൊക്കെ കോലം മാറി. അതാണ് പടച്ചോൻ്റെ അടുത്ത് എടുക്കുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ അവസ്ഥ. കാരണം നമുക്ക് കുറേ പണം ഉണ്ടായാലും കുറേ സൗന്ദര്യം ഉണ്ടായാലും ഒന്നും നിലനിൽപ്പില്ല. ഒക്കെ പടച്ചോ എന്താ വിചാരിക്കണം അതേമാതിരി നടക്കുള്ളൂ. നമ്മൾ കഴിയുന്നതും അഹങ്കരിക്കരുത്. നമ്മൾ എവിടെ അഹങ്കരിച്ചാലും എവിടെ എത്തൂല. നമ്മൾ കഴിയുന്നതും എപ്പോഴും ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, മരണത്തെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആരും അഹങ്കരിക്കൂല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. അങ്ങനെ ഞാൻ ഇയാളെ കണ്ട് ഇയാളോട് ഞാൻ ചോദിച്ച്, അല്ല നിങ്ങളിപ്പോൾ കുറേ കണ്ടിട്ട് എന്തായിന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഹനീഫ അടുത്ത മാസം ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഇയാൾക്ക് സുഖമില്ലാതായി. പെട്ടെന്ന് എന്തോ കുഴച്ചിലെന്തോന്നായി അയാൾക്ക്. പെട്ടെന്ന് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അയാൾക്ക് കുറേ സുഖമില്ലാതെ ആയിട്ട് അതൊന്നല്ല അയാൾ പറഞ്ഞത്. എനിക്ക് ഈ ദണ്ണം വന്നല്ല സങ്കടമായത്. ഇയാളെ ഫാമിലി കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ വീട്ടിലേക്ക് പോയതും അങ്ങനെയൊക്കെ കുറേ സംഗതി. അയാൾ എല്ലാ വീട്ടിലേക്കും പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇവർ കുടുംബത്തിലത്തെ ആൾക്കാർക്കൊക്കെ അവരൊക്കെ ഗൾഫിലൊക്കെ പോയി. ഇവർ പോയിന്ന വീട്ടിലത്തെ ആ ചെക്കന്മാരൊന്നും ഇയാൾ സുഖം ഇല്ലാതെ കിടന്നിട്ട് ഒന്ന് കടന്ന് നോക്കിയില്ല. അയാളെ സങ്കടകരമായ കാര്യം പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ടെൻഷനായി. അയാൾ എന്നോട് പറയാം, ഇനിയിപ്പം ഞാൻ അവർക്ക് വേണ്ടി അത് കൊടുത്ത് ഇത് കൊടുത്തതിന് പറയല്ല. ഇന്ന് ആ വീട്ടിലത്തെ അവരെ മൂത്താപ്പായാലും എളാപ്പായാലും അമ്മായിൻ്റെ മക്കളായാലും ഞാനിങ്ങനെ കിടക്കണ്, ഇനി ഒന്ന് കടന്നു നോക്കില്ല അനീഫാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞി. അപ്പോൾ ആ സങ്കടങ്ങളൊന്ന് ഓർത്ത് നോക്കി. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ജനങ്ങളെല്ലാവരും ഉണ്ടാവും, നമ്മളെ കുടുംബക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഞാൻ പറയല്ല കേട്ടാ, പൊതുവെ ഒരു ഇത് പറയാന്നുള്ളൂ. എല്ലാ ആൾക്കാരും പറയില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞപ്പോഴൊക്കെ തോന്നിയതല്ല, ആ വ്യക്തി പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മൾ കഴിയുന്നത് പോലെ, ഞാനിപ്പോൾ പൊതുവെ ഇപ്പോൾ പണക്കാരനായാലും ശരി പാവപ്പെട്ടവനായാലും ശരി എല്ലാവരും ഒരേപോലെ കാണുള്ളൂ. കഴിയുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാരും ശരി ഞാനൊരു കമ്പനി പോലെ കാണുള്ളൂ. കാരണം പ്രായമുള്ളവരിപ്പോൾ നടക്കുമ്പോൾ അവർ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതേമാതിരി നമുക്ക് എന്താ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് അതും നമുക്ക് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. പിന്നെ അയാൾ പറയുക, അവരെ കുടുംബത്തിലത്തെ കുറച്ച് ആൾക്കാർ ഗൾഫിൽ ഒക്കെ പോയിട്ട് ഇപ്പം അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കുക, വിളിക്കുക, ഒന്നും ചെയ്യില്ല. അറിയാം അയാൾ ആയ കാലത്ത് ആ വ്യക്തി എല്ലാ കുടുംബത്തേക്കും പോവുകയൊക്കെ ചെയ്തിത്രേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു നിങ്ങൾ കാണുക ഞങ്ങൾക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പറയല്ല. ഞാനൊരു സങ്കടകരമായ കാര്യമുള്ളത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടടക്കണ്ടല്ലോ. ഇതേമാതിരി പലർക്കും ഈ അനുഭവം ഞാൻ അയാളോട് ഞാൻ പറഞ്ഞിട്ട് വളരെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വ്യക്തിയുടെ പേരോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ സങ്കടകരമായ കാര്യമാണത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ കഴിയുന്നതും നല്ലപോലെ ജീവിക്കുക. ഞാനുൾപ്പെടെ നമ്മൾ ഏറ്റവും ഒഴിവാക്കേണ്ടത് അഹങ്കാരം. പണം ഇന്നിപ്പോൾ എനിക്ക് വരും, നാളെ മറ്റവർക്ക് വരും, അതല്ല. ഏറ്റവും വേണ്ടത് നമുക്ക് സ്നേഹബന്ധമാണ്. സ്നേഹബന്ധം എന്ന് നിലനിർത്തുക. പിന്നെ കഴിയുന്നത് ഒരു കച്ചറക്കും പോവാതിരിക്കുക. ഞാനും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളമടിക്കില്ല, അതുമാതിരി കട്ടൻ ചായ കൂടി കടയിൽ നിന്ന് കുടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ എനിക്ക് മാനസികമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാതിരി ഉൾക്കൊള്ളിക്കല്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ സങ്കടമായി. അതാണ് ഇവിടെ ഇത് പറയേണ്ടി വന്നത്. അഹങ്കാരം ഒന്നിനും ഒരു പരിഹാരമല്ല. എല്ലാവർക്കും അറിയാം, അഹങ്കാരം ഒന്നിനും പരിഹാരമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാക്കുക,
ഇത് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന നടന്ന സംഭവം. ഞാൻ ഇതിനാണ് വെറുതെ ആൾക്കാർ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീഡിയോ ഇത് കാണണമെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം. നമ്മള് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ സാജിയ, ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിട്ടല്ല. നമ്മള് മനുഷ്യനാണ്, ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. പറയട്ടെ, നമ്മള് ഒരു നിമിഷം എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. നമ്മളൊരു നിമിഷം നമ്മൾ തന്നെ ചിന്തിക്കുക, പടച്ചോനെ പെട്ടെന്ന് എനിക്ക് എന്തായി പോയാൽ. നമ്മളിപ്പോ കുറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാര്യ, മക്കള്, ഉമ്മ അവർക്ക് പോയി. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ സഹായിക്കും. ഒരു ആണിനെ ഒരു പെണ്ണിനെ ഏറ്റവും വലുത് വേണ്ട അവളെ ഭർത്താവാണ്. ആ വ്യക്തിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ഒരു പരിധി ഉണ്ട് മക്കളോട് മേടിക്കാനും പിടിക്കാനൊക്കെ. ഞാൻ ഇത് അതിൽ ഉൾക്കൊള്ളാണ്ട് പറയല്ല, സാജി പറഞ്ഞപ്പോ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ കഴിയുന്നത് നമ്മൾ എല്ലാവരോടും നല്ലപോലെ നിൽക്കുക, സംസാരിക്കുക. പിന്നെ നിങ്ങളോട് കാര്യം പറയാൻ മറന്ന് ഞാൻ ഇപ്പൊ വന്നെന്താ വെച്ചാ സംസാരിക്കുക അവിടെ മാറി നിന്നിട്ടാ കുഴപ്പമില്ല, അതിപ്പോ അറിയാം. ഞാൻ ഇപ്പൊ പറയാൻ കാരണം വെച്ചാ നിങ്ങളോട് എല്ലാരോടും കുഞ്ഞാപ്പും ഓന്റെ ഉമ്മയും സലാം പറഞ്ഞിക്കണ്. ഓരിപ്പോ മൂത്താപ്പാടക്ക് നിക്കാൻ പോയിക്കാണ്. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വരും കേട്ടാ. അപ്പൊ നിങ്ങൾ എല്ലാരും പതിവ് കാണുന്ന പോലെ കുഞ്ഞാപ്പനും ഉമ്മാനും എല്ലാരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എല്ലാരും വിജയം. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അസ്സലാമു അലൈക്കും. അത്രേ ഉള്ളൂ.